ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ എൻ പ്രാണലിലുണരും ധ്യാനം. അറിയാതെ ആത്മാവിൽ പുലരി തെളിഞ്ഞു മോഹം. 30 പേശാനല്ലോടെ. അങ്ങനെ നിങ്ങൾ ആരും ഇതുപോലെ ഞാൻ എന്നടിക്കണം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ എടുക്കാൻ പോവും, ആ വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ വേണ്ടി ഞാൻ വണ്ടിയിൽ മേടിക്കുന്നു. അങ്ങനെ 230 വരെയൊക്കെ അന്ന് അടിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊടുക്കും. കാക്ക സാർ, സൂപ്പർ സാറിൻ്റെ കാക്ക സാർ. നമ്മളെങ്കിൽ മലയാളികൾക്ക് ബാക്കി മറ്റുള്ള ആളെ അനുഗ്രഹിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതായത് നമ്മളെ തൊട്ടപ്പുറത്തൊരു വീട് വലുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ കടം മാറ്റി നിൽക്കണം പറ്റി 10-20 കൊല്ലം ഗൾഫിൽ കടമായാൽ പോലും ലോണെങ്കിലും എടുത്ത് ഇപ്പുറത്തെ വീടിന് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് വലിയ വീട് ഇപ്പുറത്ത് വെക്കും. ഈഗോ അല്ലെങ്കിൽ എന്താ പറയാ അനുകരണം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് മലയാളികൾക്ക് പൊതുവെ ഉള്ള കാര്യമാണ്. വീടും പണമ്പും ലോണും എല്ലാം എടുത്ത് ഗൾഫിൽ പോകും. എന്നിട്ട് ആ ലോണെല്ലാം അടച്ചു തീർന്നിട്ട് അതിനേക്കാളും വലിയൊരു വീടങ്ങ് വയ്ക്കും. അതിന് ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാൻ നമ്മൾ വീണ്ടും ആയുഷ്കാലം മുഴുവൻ നമ്മൾ ആ ഗൾഫിൽ കിടന്ന് ആ ലോൺ അടച്ചു തീർക്കാൻ കഷ്ടപ്പെടും. അത്രയും വലിയ നല്ലൊരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ കിടക്കാനുള്ള സമയം കാലം കിട്ടില്ല. അത് ആസ്വദിക്കാൻ വേണം. വയസ്സാം കാലത്ത് വയ്യാണ്ടാകുമ്പോൾ വന്ന് കയറി കിടക്കാം. ആ സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ വീട്ടിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. അതാണ് ടിപ്പിക്കൽ മലയാളികൾ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. എടുത്താൽ പോകാത്തൊരു വീടും ലോണും ഉണ്ടാക്കി ഇട്ടിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ നല്ലത് പറയാൻ വേണ്ടിയിട്ട് അവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കിടന്നിട്ട് നല്ലൊരു വീടുണ്ടാക്കി വെച്ചില്ലേ. പക്ഷെ ആ വീടുണ്ടാക്കി വെച്ചാൽ വീട്ടിൽ കിടക്കാനും ഭാഗ്യം ഉണ്ടായില്ല. പറയുന്നത് നമ്മളതുപോലെയൊക്കെ തന്നെ ആയി വരും. ഞാൻ പറയുന്നത് ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര ഒരു ബിസിനസ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്ര ലെവലാക്കിയെന്നല്ല. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഞാൻ വെറും 0 ആണ്. എങ്കിലും എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. എനിക്ക് അങ്ങനെ ആവരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ആയി പോവാം. പക്ഷെ ഞാൻ അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. വലിയൊരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ കിടക്കാൻ പറ്റാതെ ജോലിക്ക് കഷ്ടപ്പെടുന്നതിനേക്കാളും ഭേദം ചെറിയൊരു വീട് വെച്ച് ആ വീട്ടിൽ സന്തോഷമായിട്ട് കഴിയുന്നതാണ്. സത്യം പറയാമല്ലോ, നമ്മൾ കൂടുതലും നമ്മൾ ജീവിക്കുന്നത് ജോലി സ്ഥലത്താണ്. നമ്മുടെ കുടുംബത്തോടെ നമ്മുടെ വീട്ടിലല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന സ്ഥലമാണ്. ചെറിയ ജോലിയാണെങ്കിലും ചെറിയ വരുമാനമാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി ഡെയിലി നമ്മളെ ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും വലിയൊരു ദാരിദ്ര്യം വേറെ ഇല്ലെന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് എനിക്കിഷ്ടം ചെറിയ ജോലിയാണെങ്കിൽ പോലും വീട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.